നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടോപ്പിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിഗിനേഴ്സ് ഗൈഡ്, അതാണ് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരിയധികം റീസൺസ് ഉണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലെജിമേറ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. നമ്മളിപ്പോൾ പല ആൾക്കാരും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ മീഡിയത്തിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ക്രിപ്റ്റോ കറൻസി ഓക്കെ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വോളറ്റൈൽ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈവൻ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും വോളറ്റൈൽ ആണ്, ഇല്ല എന്ന് പറയുന്നേ ഇല്ല. പക്ഷേ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു റെഗുലേറ്റർ ഉണ്ട്. പക്ഷേ ക്രിപ്റ്റോ കറൻസി അങ്ങനെയല്ല, യാതൊരു റെഗുലേറ്റേഴ്സും ഇതിൻ്റെ പുറകിലില്ല. സോ ഇതിന് യാതൊരു ബേസും ഇല്ല. പക്ഷേ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയധികം ബേസ് ഉണ്ട്. ഇതിൻ്റെ ലീഗാലിറ്റി ഫിക്സ്ഡ് ആണ്. അപ്പോൾ നാളെ ബാൻ വരുമോ മറ്റന്നാൾ ബാൻ വരുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുകയും വേണ്ട. ഒത്തിരിയധികം ആൾക്കാർ ചെയ്യുന്നതുമാണ്. പക്ഷെ സൂക്ഷിച്ച് കളിച്ചാൽ മാത്രമേ അതിനായ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അത് ഞാൻ എടുത്തു പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് ഡിസ്ക്ലോഷർ ആണ്. നമ്മൾ പരസ്യത്തിൽ മ്യൂച്വൽ ഫണ്ടിനോ അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പുറപ്പെടുവിക്കുന്ന ഒരു ഡിസ്ക്ലോഷറാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് ഈസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. അതെ, മാർക്കറ്റ് റിസ്കിന് സംബന്ധമാണ് ഈ കാര്യങ്ങളെല്ലാം. കാരണം ഒത്തിരി എന്തെങ്കിലും മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റോക്കിനെ അതിനെ അഫക്റ്റ് ചെയ്യാം, സ്റ്റോക്കിന് വാല്യൂ കുറയാം. അപ്പോൾ ഇതെല്ലാം ന്യൂസിന് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ്റെ ബേസ്ഡ് ആണ്. അതുകൊണ്ട് മാർക്കറ്റിനെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ റിസ്ക് ഇൻവോൾവ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ കാണിച്ചത്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോക്ക് മാർക്കറ്റ് ചാപ്റ്റർ 1. അപ്പോൾ ഇതിൻ്റെതായ രീതിയിൽ ഒത്തിരിയധികം സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ ചാപ്റ്റർ 1 ആണ്, ഇനി ചാപ്റ്റർ 2 ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചാപ്റ്റർ 2 ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാധനങ്ങൾ വാങ്ങിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ഫാമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു മീഡിയമാണ് മാർക്കറ്റ്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബൈയും സെല്ലും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ സാധനങ്ങൾക്ക് വരെ നമ്മൾ എടുക്കുന്നത് ഷെയർസ് ആണ്. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ആണ് നമ്മളിവിടെ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. സോ ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. സീംലെസ് എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് ആണ് സംഭവിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് ഒരു ദിവസം നമ്മൾ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ട്രേഡാണ് സംഭവിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് എന്ന് പറഞ്ഞ ഒരു ആൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ സെല് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എനേബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹി ക്യാൻ സെൽ ദ ഷെയർസ്. അപ്പോൾ ഇത് വാങ്ങിക്കാനും ഒരാളുണ്ടാവും. അതായത് ഇപ്പോൾ 10 ഷെയർ ഒരാൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ മൊമെന്റ് ആ 10 ഷെയർ വാങ്ങിക്കാൻ ഒരാളുണ്ടാവും. കാരണം ഇത് ഒരു രജിസ്റ്റേർഡ് ഇന്റർമീഡിയറ്ററി വഴിയാണ് വർക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറിന്റെ ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി പോയി എന്ത് വേണോ വാങ്ങിക്കാം അല്ലെങ്കിൽ എന്ത് വേണോ വിൽക്കാം എന്നുള്ളതല്ല. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ വഴി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ പറ്റും. സോ സെല്ലിങ്ങും ബൈയിങ്ങും എല്ലാം നടക്കുന്നത് ഒരു ഇലക്ട്രോണിക് മീഡിയം വഴിയാണ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ലേറ്റർ പോയിന്റിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയാം. നമുക്ക് മേജർ ആയിട്ട് നിൽക്കുന്നത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എല്ലാവർക്കും അറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും, അതായത് BSE ആൻഡ് NSE. സോ ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലാതെ തന്നെ റീജിയണൽ ആയിട്ട് കുറച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓൾറെഡി നിലവിൽ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ഇല്ല. ബാംഗ്ലൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, മദ്രാസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒത്തിരിയധികം ഉണ്ടായിരുന്നു റീജിയണൽ ബേസ്ഡ്. പക്ഷേ ഇപ്പോൾ അതൊരു മീനിങ് ഫുൾ റോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പറയാം. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതൊരു ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇൻ ഇന്ത്യ. സെയിം തന്നെയാണ് ബൈ ഓർ സെൽ ഷെയർസ് ഇൻ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1992 ആണ്. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ആണ്, ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. അപ്പോൾ NSEയുടെ ഫ്ലാഗ്ഷിപ്പ് ഇൻഡെക്സിനെ പേരിട്ടിരിക്കുന്നത് നിഫ്റ്റിയാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ ഉണ്ടാവും, നിഫ്റ്റി ഇന്ന് 50% ഇടിഞ്ഞു, അല്ലെങ്കിൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്ലഡ് ബാത്ത് ആയിരുന്നു, അങ്ങനത്തെ ഒരുപാട് ന്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് NSEയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലാഗ്ഷിപ്പ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിന്റെ അകത്ത് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 50 കമ്പനീസിനെ കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ട്രേഡിംഗ് വോളിയത്തിനെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ വെച്ചിട്ടായിരിക്കും നിഫ്റ്റിയുടെ പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ.
സോ ഈ ഇൻഡെക്സിനെയാണ് വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. അതൊരു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ ഉറ്റുനോക്കുന്നത് നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ സെൻസെക്സിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഇൻ 1875. NSE എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് തുടങ്ങിയത് 1992. അപ്പോൾ അതും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയാണ്. സോൾ, ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സോൾ ഇരിക്കുന്നത് മുംബൈ തന്നെയാണ്, യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇതിന് 5295 കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് ഓൺ ഡാറ്റ അവൈലബിൾ ഇൻ ഓഗസ്റ്റ് 2017 3972 സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രേഡിംഗിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും തന്നെ ഇല്ല, ഇത് പഴയ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ സെൻസെക്സ്, BSE സെൻസെക്സ് ആണ് നമ്മുടെ BSE സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാഗ്ഷിപ്പ് ഇൻഡെക്സ്. നമുക്ക് ഈ നിഫ്റ്റി 50 പറയുന്ന പോലെ തന്നെ. സോ പെർഫോമൻസ് ഓഫ് ദ 30 ലാർജസ്റ്റ് മോസ്റ്റ് ലിക്വിഡ് ആൻഡ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ കമ്പനീസിനെ ഓൾമോസ്റ്റ് ഓൾ ദ കീ സെക്ടേഴ്സിനുള്ള ആൾക്കാർ വെച്ചിട്ടാണ് BSEയും റൺ ചെയ്യുന്നത്. അപ്പോൾ BSEയും NSEയും നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു എന്താ പറയുക, നമ്മൾ അളക്കുന്നത്, ഇവർ രണ്ടുപേരെയും അളക്കുന്നത്, മൊത്തത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ അളക്കുന്നത് ഈ രണ്ടിന്റെ ബേസിസിലാണ്. ഇനി ഡിഫറെന്റ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഒത്തിരി അധികം ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ് ഹൗസസും ഈ ട്രേഡിങ്ങിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ടി. സോ ആര് വാങ്ങുന്നോ വിൽക്കുന്നോ അതിനെയാണ് നമ്മൾ ആരാണോ ഈ മാർക്കറ്റിൽ ഇൻവോൾവ് ആവുന്നത് അവരെല്ലാം നമ്മൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ തന്നെ ഒത്തിരി അധികം ആൾക്കാർ ഇൻവോൾവ് ആണ്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ്. ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസ്, ഞാൻ അടക്കമുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ്. അപ്പോൾ നിങ്ങളും ഇതിനു വേണ്ടി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതൊരു ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻ്റ് ആണ്. ഇനി അടുത്തത് NRE ആൻഡ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, OCI. അപ്പോൾ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പുറത്ത് നിൽക്കുന്ന NRIസിന് വേണ്ടി ഒരു മീഡിയം ആണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ പറയുന്ന പേരാണ് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആൻഡ് NRI. നോർമലി പറയുന്നത് തന്നെയാണ്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതായത് ലാർജ് കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും നമുക്ക് ഇവിടുന്ന് കോർപ്പറേറ്റ് ഹൗസസിനും ഇതുപോലെ തന്നെ ഷെയർസ്, പല കമ്പനിയിൽ നിന്ന് ഷെയർസ് അക്വയർ ചെയ്യാൻ പറ്റും. അവരെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ LIC ഓഫ് ഇന്ത്യ. ഇനിയുള്ളത് ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, AMC. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ പറയാം. മ്യൂച്വൽ ഫണ്ടിന്റെ ഡിഫറെന്റ് ടോപ്പിക് ഞാൻ വേറെ പറയാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റോക്ക് അവർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും, അതിനെ ഒരു രീതിയിൽ അലൈൻ ചെയ്തിരിക്കും. ഓരോരോ പർട്ടിക്കുലർ ഓർഡറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെ മൊത്തത്തിൽ പറയുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്ന പേരാണ് ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. സോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആയിട്ടുള്ള HDFC AMC, SBI മ്യൂച്വൽ ഫണ്ട്, DSP, BlackRock, അങ്ങനത്തെ ഒത്തിരി അധികം എൻറ്റിറ്റീസ് ഉണ്ട്. അതിനെയൊക്കെയാണ് മൊത്തത്തിൽ AMC എന്ന് പറയുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് FIIs. കാരണം FIIസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റ് വീഴുന്നതും വാങ്ങുന്നത്. കാരണം ബൾക്കായിട്ടുള്ള എമൗണ്ട് വാങ്ങുന്നത് FIIs ആണ് മുന്നേ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ഇപ്പോൾ ഡൊമസ്റ്റിക് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അത്ര കണ്ട് അങ്ങോട്ട് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ അത്രയധികം ഡിം വരുന്നില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ആൾക്കാർ കൂടുതലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇന്ത്യൻ ആയിട്ടുള്ള കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, അതായത് നമ്മുടെ ഫോറിൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് അല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റേഴ്സ് അറൗണ്ട് ദ ഫോറിൻ, അവരെയാണ് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു റെഗുലേറ്റർ ഉണ്ട്, അവരെയാണ് SEBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു റെഗുലേറ്റർ ഇല്ല, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനായിട്ട്. സോ ഇത് ഇവർക്ക് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റി നടത്തുന്ന ഏതൊരാൾക്കും അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഒരു അംബ്രല്ല പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് SEBI. അപ്പോൾ SEBI ഈ പറയുന്ന കാര്യങ്ങളാണ് എൻഷുർ ചെയ്യാൻ പോകുന്നത്. അതായത് ഫെയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും ബ്രോക്കർ ആണെങ്കിലും സബ് ബ്രോക്കേഴ്സ് ആണെങ്കിലും. അതുപോലെ കോർപ്പറേറ്റ് ഹൗസസ് അൺഫെയർ രീതിയിലൂടെ അവരുടെ സ്റ്റോക്കിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ ഈ മാർക്കറ്റിൽ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEBI ഉള്ളത്. അതുപോലെ സ്മോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലെയുള്ള സ്മോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലും SEBI പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ ലാർജ് ഇൻവെസ്റ്റേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഹൗസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലാർജ് ഇൻവെസ്റ്റേഴ്സ് ഹ്യൂജ് ക്യാഷ് വെച്ചിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയും SEBI പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേറ്റേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്.
അപ്പോൾ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആള് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഷെയർ മേടിക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ആകുന്ന ടൈം വരെ ഒത്തിരി അധികം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ടൈം വരെ തന്നെ ഒത്തിരി അധികം കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അതിന് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്നാണ് പറയുന്നത്. സോ ദേ ഓൾസോ വർക്ക് അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിസ്ക്രൈബ് ബൈ സെബി. സോ എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ SBI. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 100% ലീഗൽ എന്നുണ്ടെങ്കിൽ പറയാം, 100% അല്ല 200% ലീഗൽ എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ സം ഓഫ് ദ കീ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1 സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഡീലറിനെ കണ്ടിട്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീലറാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇൻഡിവിജ്വൽസ് ആണ്. അവരായിരിക്കും ബൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ക്ലയൻസ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു രജിസ്റ്റേർഡ് ട്രേഡിംഗ് മെമ്പർ ആയിരിക്കും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ലൈസൻസും ഉണ്ടാവും. സോ ഇവർ വയ്ക്കാതെ നമുക്ക് വേറൊരു രീതിയിലും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴിയേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ഗൈഡ് ലൈൻസ് ഓഫ് സെബി. ദേ കാൺ മാനിപ്പുലേറ്റ്. സോ an individual needs to open trading or demat account to transact in the financial market. Other than that, they cannot perform anything. അപ്പോൾ ഡെപ്പോസിറ്ററി ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഒരു ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ് ദാറ്റ് ഓഫേഴ്സ് ദ സർവീസ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്. സോ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ എവിടെ നിന്നൊക്കെ ഷെയർ മേടിക്കുന്നു അതെല്ലാം ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 2 ഡെപ്പോസിറ്ററീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, ആൻഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് CDSL. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡെപ്പോസിറ്ററിൽ പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. സോ അവരൊരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, അതായത് ഒരു DPA അപ്പോയിന്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. So according to SEBI guidelines, banks, financial institutions and members of stock exchange registered with SEBI can perform DPs. So ബാങ്ക്സിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബാങ്ക് യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് വേറെ ട്രേഡിംഗ് അക്കൗണ്ട് വേറെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബാങ്ക്സിന്റെ ഡ്യൂട്ടി. സോ ക്ലയൻസ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം ഏത് ബാങ്ക് അക്കൗണ്ട് ആണ് ലിങ്ക് ചെയ്യേണ്ടത് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട് while opening the trading account with the stock broker. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഫണ്ട് എടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ റിട്രീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ എല്ലാ അക്കൗണ്ടിൽ നിന്ന് വലിച്ചു ഇടാൻ പറ്റത്തില്ല. നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ മെൻഷൻ ചെയ്യണം ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇടാൻ പോകുന്നത് എന്നുള്ളത്. ഇനി അടുത്ത് നാഷണൽ സെക്യൂരിറ്റി ക്ലിയറിംഗ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് NSCCL ആൻഡ് ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻ ICCSL. So NSCCL and ICCL are 100% subsidiaries of National Stock Exchange and Bombay Stock Exchange. അപ്പോൾ ഇവരെ എനേബിൾ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടീഡ് സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആണ്. സോ അവർ എൻഷുർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സെബി ഗൈഡ് ലൈൻസ് ആണ്. ഇവർ എൻഷുർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ടും ബയറിന്റെ സൈഡിലോ അല്ലെങ്കിൽ സെല്ലറിന്റെ സൈഡിലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എൻഷുർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ് സെറ്റിൽമെന്റ്. സോ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് എനിത്തിങ്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇൻ ഓർഡർ ടു ട്രേഡ് ഇൻ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർസ് വാങ്ങിക്കുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് അനിവാര്യമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോമിലല്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് വരുന്ന ഒരു ഇലക്ട്രോണിക് ഫോമിലാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫിസിക്കൽ പൊസിഷൻ എടുക്കാൻ പറ്റൂ സർട്ടിഫിക്കറ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമായിട്ട് ഷെയർസ് ഹോൾഡ് ചെയ്യും ഇലക്ട്രോണിക് ഫോമിൽ. സോ മാൻഡേറ്ററി ആയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് കൂടിയേ തരത്തുള്ളൂ. സോ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ഇൻവെസ്റ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ, ഷെയർ ആണെങ്കിലും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ആണെങ്കിലും അതുപോലെ ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം കൂടെ ഒരു വൺ പ്ലേസ്, അതായത് എല്ലാം കൂടെ ഒരു കാർട്ട് എന്നുള്ള രീതിയിൽ പറയാം. അതിനെയാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻഡിവിജ്വൽ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെയാണ് അല്ലെങ്കിൽ ഒരു ഏജന്റ് ഓഫ് ഡെപ്പോസിറ്ററി ആണ്. അപ്പോൾ അവരുടെ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ഓഫ് DPs അവൈലബിൾ ശരിക്കും പറഞ്ഞത് CDSLന്റെയും അതുപോലെ തന്നെ NSDLന്റെയും വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. സോ അക്കൗണ്ട് ഓപ്പൺ ടൈമിൽ തന്നെ
they have to attach photocopies of KYC documents, identity proof ആണെങ്കിലും അതുപോലെ തന്നെ proof of address along with the account opening form. So the DPs will provide the depository participant ID or client ID. So അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ആയിട്ട് ഒരു ID പ്രൊവൈഡ് ചെയ്യും, ക്ലയൻറ്റ് ID. ആ ഒരു ക്ലയൻറ്റ് ID വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതും. all the shares will be transferred to the demat account in that specific client ID. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റത്തുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. സോ വൺ ക്യാൻ ഓപ്പൺ ദ ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് എ സ്റ്റോക്ക് ബ്രോക്കർ ഹു ഈസ് രജിസ്റ്റേർഡ് വിത്ത് സെബി. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ വഴി നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഓഫ്ലൈൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഇപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈൻ മോഡിലും ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ within a span of seconds we can make a trading account. It's as simple as that. So online mode ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് buy or sell stocks to the trading terminal provided by the broker, whereas in offline mode an individual can ask its broker to place an order. രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് ഫേം അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ ആപ്പ് വഴി നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോർപ്പറേറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറിനെ കോൺടാക്ട് ചെയ്യാം. ഇത്ര ഷെയർസ് ഇത്രയധികം പ്രൈസിന് നിങ്ങൾ ബിഡ് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെയാണ് ഓൺലൈൻ ഓഫ്ലൈൻ എന്ന് പറയുന്നത്. കീ ടേക്ക് അവേസ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, ഒത്തിരി അധികം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കീ ടേക്ക് അവേസിൽ പോവാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും കൂടെ പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ബൈയോ അല്ലെങ്കിൽ സെൽ ഷെയർസ് ചെയ്യുകയാണ് ഓഫ് ദ സ്റ്റോക്സ് ഓഫ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ്. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇനി NSEയും BSE ആണ് 2 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. സോ ഒരു ഇൻഡിവിജ്വൽ മാൻഡേറ്ററിലി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരിയധികം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, NRIs ഓൾസോ ദെയർ. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഗവേൺ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ഉണ്ട്, ദാറ്റ് ഈസ് സെബി. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കർ, പിന്നെ ഉള്ളത് ബാങ്ക്സ്, പിന്നെ DPs, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിമെറ്റീരിയലിസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസിനെ ഒരു ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യും, വി ആർ ടേക്കിംഗ് ഫിസിക്കൽ പൊസിഷൻ ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ്. സോ അതോടുകൂടി ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനിയാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ളത് പറയാൻ പോകുന്നത്, വളരെ ഈസി ആയിട്ട് സിമ്പിൾ സ്റ്റെപ്സ് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? സോ നിങ്ങൾക്ക് സിറോദ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പോലെ പറയുന്നത്. നിങ്ങളുടെ ചോയ്സ് ആണ് സിറോദ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കിലേക്ക് പോകുക. അപ്പോൾ ലിങ്കിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഡൗട്ട് കാണും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി ഈ ഒരു പേജിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും, അത് വെരിഫൈ ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാൻ നമ്പർ ചോദിക്കും. പാൻ നമ്പറും ബാങ്ക് അക്കൗണ്ട്, ആധാർ വെരിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആവശ്യമാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ പറയാണ്, മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുകയാണ് സൈനപ്പിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു OTP വരും, അത് നിങ്ങൾക്ക് മൊബൈൽ വഴി വെരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ID അടിച്ചു കൊടുക്കുകയാണ്. ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം, കാരണം ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് ഒരു OTP വരും, അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണം. സോ നിങ്ങളുടെ ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് എന്ത് തന്നെയാണെങ്കിലും സിറോദയിൽ നിന്ന് വരാൻ പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ NSE എന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ BSE എന്നാണെങ്കിലും എന്തെങ്കിലും ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് എന്ത് മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് എന്ത് മെയിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെയിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ഇമെയിലിൽ നിന്ന് എടുത്തിട്ട് വെരിഫൈ ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് എൻട്രി ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഉണ്ടാവും, ആ ഒരു ഫീൽഡ് നിങ്ങളുടെ പാൻ കാർഡ് എൻട്രി ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പേയ്മെൻറ്റ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണെങ്കിലും ചാർജ് ഉണ്ട്. അപ്പോൾ മിനിമം ഒരു ഇക്വിറ്റി, നോർമൽ ഒരു ഇക്വിറ്റിയാണ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ്, സിൽവർ അങ്ങനെയാണ് ഈ കമ്മോഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇക്വിറ്റി എന്നുള്ള രീതിയിൽ പോയാൽ മതി. അപ്പോൾ ഇക്വിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള 200 രൂപ അടയ്ക്കണം. കമ്മോഡിറ്റിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ കൊടുക്കണം. സപ്പോസ് ഇപ്പം ഞാൻ നിങ്ങളെ മേക്ക് ഷുവർ നിങ്ങളിപ്പം കമ്മോഡിറ്റിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 രൂപയ്ക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ
പേയ്മെന്റ് അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് പേയ്മെന്റ് വഴിയോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് മെസ്സേജ് ഡിസ്പ്ലേ ആവും നിങ്ങളുടെ സ്ക്രീനിൽ. ഒരു ഇമെയിലും ഉണ്ടാവും പെർമനന്റ് കൺഫർമേഷൻസ് ഉള്ള ഒരു ഡീറ്റെയിൽസുമായിട്ട്. അപ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആധാർ വഴി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആധാർ ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു സംഭവം വഴിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഡിജി ലോക്കർ ടുവേർഡ്സ് പേപ്പർലെസ് ഗവർണൻസ് എന്ന് പറഞ്ഞൊരു രീതിയിൽ അക്കൗണ്ട് ആ ഒരു സൈറ്റിൽ നിങ്ങൾ ഒന്നുകിൽ അക്കൗണ്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ഓൺ കണക്ട് ടു ഡിജി ലോക്കർ ആൻഡ് ഇറ്റ് വിൽ ഓപ്പൺ എ ന്യൂ പേജ് ടു സൈൻ അപ്പ് ടു ഡിജി ലോക്കർ യൂസിങ് എ ഫോൺ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സൈൻ ഇൻ ഓപ്ഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കണക്ട് ടു ഡിജി ലോക്കർ അല്ലെങ്കിൽ പുതിയൊരു സൈൻ അപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് എക്സിസ്റ്റിംഗ് അല്ലാത്ത ആൾക്കാർക്കാണ്. നോർമലി ആർക്കും അക്കൗണ്ട്സ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇനി ഡിജി ലോക്കറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ന്യൂ അക്കൗണ്ട് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ നമ്പറിൽ കൊടുത്തേക്കുന്ന നിങ്ങൾ ആധാർ നമ്പറിലും ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാറിന്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ നമ്പർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ആധാർ നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു OTP ഉണ്ടാവും. അപ്പോൾ ആ OTP വരുമ്പോൾ അതും നിങ്ങൾ വെരിഫൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു ക്ലിക്ക് ഓൺ ലിങ്ക് യുവർ ഡിജി ലോക്കർ വിത്ത് സിറോദ. അതൊരു കൺഫർമേഷൻ ആണ് നിങ്ങളുടെ ഡിജി ലോക്കറും സിറോദയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ന്യൂ സ്ക്രീൻ വരും, അതായത് ലെസ് ഫിനിഷ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് നോർമൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ബാങ്ക് ഡീറ്റെയിൽസ്. ഈ ഒരു ബാങ്ക് വഴിയായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് കാശ് ഇടാൻ പോകുന്നത് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കും. വേറൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ നെയിം, ബ്രാഞ്ചിൻ്റെ IFSC കോഡ് എല്ലാം ഈ ഒരു ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നോർമൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അതായത് മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാദേഴ്സ് ഫസ്റ്റ് നെയിം, ഫാദേഴ്സ് ലാസ്റ്റ് നെയിം, അതെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വെബ് ക്യാം അല്ലെങ്കിൽ ഫോൺ വഴിയായിരിക്കും അടുത്ത വെരിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് പേഴ്സണലി വെരിഫൈ ചെയ്യും ഡോക്യുമെന്റ്സ് ആസ് പെർ ദ റൂൾ ബൈ സെബി. കാരണം ഇൻ പേഴ്സൺ ആയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം എന്നുള്ളത് സെബിയുടെ റൂളാണ്. സോ ഇൻവെസ്റ്റർ ഈ ഒരു പ്രൊസീജിയറിൽ കൂടെ കമ്പൽസറി ആയിട്ട് തന്നെ കടന്നു പോകണം. സോ ഈ ഒരു സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഡിസ്പ്ലേ ആൻ OTP ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ആ OTPയിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫി എടുക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു സെൽഫി പോലെ എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മൊബൈൽ ഫോൺ ഓർ ക്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയിരിക്കും നോർമലി. ഞാൻ ഫോട്ടോ ആണ് എടുത്തത്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് സേവ് IPV, അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റലി നിങ്ങളുടെ ഓപ്ഷൻ സൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്തെടുത്തിട്ട് കൊറിയർ ചെയ്യാം. അപ്പോൾ ഡിജിറ്റലി സൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറച്ചും കൂടെ സിമ്പിൾ. ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആധാർ വഴിയുള്ള അപ്രോച്ചാണ്. കാരണം പിന്നെയും നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊറിയർ അയക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഓൾറെഡി നിങ്ങൾ ഡിജി ലോക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ആധാർ വഴി വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫാസ്റ്റ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ സ്കാൻ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രൂഫ്, അതായത് ചെക്കിൻ്റെ ക്യാൻസൽഡ് ചെക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സിഗ്നേച്ചർ, പാൻ. ഇനി ഇൻകം പ്രൂഫ് ഓപ്ഷണലാണ്. കാരണം ഫ്യൂച്ചർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ്, കറൻസി, കമ്മോഡിറ്റി ഒക്കെ വരുമ്പോൾ മാത്രമേ ഈ ഇൻകം പ്രൂഫ് വരത്തുള്ളൂ. നോർമൽ സർക്കംസ്റ്റാൻസസിൽ നിങ്ങൾ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടി വരത്തില്ല. അതായത് നിങ്ങൾ വെറും ഷെയർസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിങ് ആണ്. ക്ലിക്ക് ഓൺ സൈൻ ഇക്വിറ്റി ബട്ടൺ, പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. ദിസ് റിസീവ്ഡ് ഓൺ ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ. അടുത്ത ഒരു വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ ഒന്നും കൂടെ കൊടുക്കുക. ടിക്ക് ദ ചെക്ക് ബോക്സ് ആൻഡ് ക്ലിക്ക് ഓൺ റിക്വസ്റ്റ് OTP. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു OTP നമ്പർ റിസീവ് ആവും മൊബൈലിൽ. ഇതിനുശേഷം നിങ്ങളുടെ സൈനിങ് പ്രോസസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ആധാർ നമ്പർ ലാസ്റ്റ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജിൽ നിങ്ങളുടെ ആധാർ കൊടുക്കുന്നു. നിങ്ങൾ സൈൻ എന്നുള്ള രീതിയിൽ തന്നെ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇനി പേപ്പർ വർക്കിന്റെ ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഓഫ്ലൈൻ സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രിന്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമ്മോഡിറ്റി ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ കമ്മോഡിറ്റി എഗെയിൻ സ്റ്റെപ്പ് 12 നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ബട്ട് കമ്മോഡിറ്റി ട്രേഡിംഗ് അക്കൗണ്ട് നോർമലി അങ്ങനെ ആരും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. ദാറ്റ്സ് ഇറ്റ്.
ഇനി സിറോദയിൽ തന്നെ നിങ്ങൾക്ക് എത്രയാണ് ഒരു ഷെയർ മേടിക്കുന്നതിന് ബ്രോക്കർ, ഇതിപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ ബ്രോക്കറേജ് ചാർജസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സൈറ്റിൽ പോയിട്ട് കമ്പയർ ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സുതാര്യതയോടുകൂടി ബ്രോക്കറേജ് ചാർജ് കുറഞ്ഞ് എടുക്കുന്ന ആരാണോ അവർക്ക് തന്നെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ സിറോദയിൽ കാണിക്കുകയാണ് എത്രയാണ് അവരുടെ ബ്രോക്കറേജ് ചാർജസ് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഫോർ ദ ഇൻട്രാഡേ, അതായത് ഒരു ദിവസം വാങ്ങിക്കുന്ന ഒരു ദിവസം വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇൻട്രാഡേയിൽ നിങ്ങളൊരു 1000 ഷെയർ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ഷെയർ പർച്ചേസ് ചെയ്തു, വിൽക്കാൻ പോകുന്നത് 1100 ഷെയറിലാണ്. അപ്പോൾ 400 ക്വാണ്ടിറ്റിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് നോട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഇൻട്രാഡേ ഇക്വിറ്റിയിൽ NSEയിൽ നിങ്ങൾ ബൈ പ്രൈസ് 1000, സെൽ പ്രൈസ് 1100, 400 ക്വാണ്ടിറ്റി മേടിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, അതായത് ഈ കിട്ടുന്ന 100 × 400, ദാറ്റ് ഈസ് 40,000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ചാർജസ് വരാൻ പോകുന്നത് 203.82 ആണ്. അപ്പോൾ ചാർജസിന്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സെബിയിലെ ചാർജ് എത്രയാണ്, ബ്രോക്കറേജ് ചാർജ് ഇവിടെ 40 ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിനൊരു ടാക്സ് ഉണ്ടാവും, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഷോർട്ട് ടേം ടാക്സ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, അതായത് 40,000 നിന്ന് ഈ 203 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ്, അതാണ് 39,796.18. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി ഇതേ ഒരു സംഭവം നിങ്ങൾ ഡെലിവറി ക്വാണ്ടിറ്റി, അതായത് നിങ്ങൾ ഇൻട്ര കളിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. അതായത് 1000, അപ്പോൾ അതൊന്നും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഡെലിവറി ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കാൻ പോവാണ്. ഡെലിവറി ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ 1000 പ്രൈസിൽ തന്നെയാണ് നിങ്ങൾ മേടിക്കുന്നത്. 1700 വിറ്റു, 400 ക്വാണ്ടിറ്റി, ഗ്രോസ് പ്രോഫിറ്റ് അഗെയിൻ 40,000. പക്ഷേ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 950.55 ആണ്. കാരണം ഇവിടെ ബ്രോക്കറേജ് ചാർജസ് അബ്സല്യൂട്ട്ലി 0 ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാവും, ഒരു കോൺട്രാക്ട് നോട്ട് ആകുമ്പോൾ അതിനൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടാവും. പക്ഷേ ഇവിടെ ടാക്സ് 840 rupees ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് 39,049 ആയി. പക്ഷേ ഇൻട്രാഡേ കുറച്ച് റിസ്ക് ഇൻവോൾവ് ആണ്. അതുപോലെ നിങ്ങൾ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഞാനൊക്കെ ചെയ്യുന്നത് ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ എല്ലാം ഡെലിവറി രീതിയിലാണ് എടുക്കുന്നത്. അതായത് ഷോർട്ട് ടേം, ലോങ് ടേം എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇൻട്രാഡേ അധികം അങ്ങ് എൻകറേജ് ചെയ്യുന്നില്ല. നിങ്ങളെയും വളരെ എക്സ്പീരിയൻസ് ആണെങ്കിൽ മാത്രമേ ഇൻട്രാഡേ ട്രൈ ചെയ്യാവുള്ളൂ. സോ ഇതാണ് നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ റേറ്റ് എത്രയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തത്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഇനി അടുത്ത എപ്പിസോഡ് 2-ൽ ഓരോരോ എപ്പിസോഡ്, ഇപ്പോൾ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഓരോരോ എപ്പിസോഡിലും കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.